അപ്പൊ ഞങ്ങള് ഇന്നൊരു യാത്രയിലാണ്. അപ്പൊ നമുക്കെല്ലാവർക്കും ഈ യാത്രയിൽ ഒന്നിച്ച് യാത്ര ചെയ്യാം. അപ്പം വേറെ എങ്ങോട്ടല്ല, നമ്മൾ പോകുന്നതിന് ചാലക്കുടിക്കാണ്, നമ്മുടെ തറവാട്ടിലേക്കാണ് പോകുന്നത്. കുറേ നാളായി പോയിട്ട് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ മേരിഗിരി സ്കൂളിൽ കയറി, വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ പ്രിൻസിപ്പൾ ഇവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മേരിഗിരി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അച്ഛനെ കാണാൻ വേണ്ടി വന്നാണ്, കുറേ ആയിട്ടോ കണ്ടിട്ട്. നേരെ ആശ്രമത്തിൽ പോയിട്ടാണ് അച്ഛനെ കാണുന്നത്. അപ്പം അച്ഛൻ്റെ അടുത്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളൊരു 10:30 ആയപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നേരെ പോണത് തറവാട്ടിലേക്ക് കേട്ടോ. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി. അവളെ കണ്ടിട്ട് കുറച്ചായി, അപ്പം അതുകൊണ്ട് തറവാട്ടിലോട്ട് പോയിട്ടും കുറച്ചായി. അപ്പം അങ്ങനെ വന്നപ്പം അങ്കമാലി എത്താറായപ്പോഴത്തേനും നല്ല മഴ കേട്ടോ. പെരുമ്പാവൂർ കഴിഞ്ഞപ്പോഴത്തേനും സൂപ്പർ മഴയാണ്. ഞങ്ങൾ അങ്കമാലിയിലെ നവ്യ ബേക്കറിയിൽ നിന്നാണ് വീട്ടിലേക്കും തറവാട്ടിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ കയറിയത്. നവ്യ ബേക്കറി അറിയാത്തവരാരും ഇല്ല. ഈ കേക്കാണ് നമ്മൾ മേടിച്ചത് കേട്ടോ. ബെല്ലയ്ക്ക് ഒരു ഡയറി മിൽക്കും എടുത്തു, പിന്നെ വീട്ടിലേക്ക് കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളും എടുത്തു കേട്ടോ. നമ്മുടെ നവ്യ ബേക്കറി ഭയങ്കര കാര്യമായിട്ട് നമുക്ക് നവ്യയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി തറവാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് സൂപ്പർ മഴയാട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോകാമെന്ന് വെച്ചു. പപ്പേനെ അടക്കിയേക്കുന്ന കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. കാരണം പപ്പയുടെ ആണ്ട് വരുവാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നേരെ പോണത് അമ്പഴക്കാട് പള്ളിയിലേക്കാണ്. ഞങ്ങളുടെ ഇടവക പള്ളി അമ്പഴക്കാടാണ്. അപ്പോൾ ഈ പള്ളി ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസ്ഡ് ആണ്. എനിക്കും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള പള്ളിയാണ് അമ്പഴക്കാട്. ഞങ്ങൾ രണ്ടുപേരും അമ്മയും ഞാനും കൂടി കല്ലറയിലേക്ക് പോകണം. മമ്മി ഇല്ല, ഒരു കുടയേ ഉള്ളൂ. ഞങ്ങൾ സൂപ്പറായിട്ട് രണ്ടുപേരും മഴയൊക്കെ നനഞ്ഞ് നേരെ കല്ലറയിൽ പോയി പപ്പയുടെ അടുത്ത് പ്രാർത്ഥിച്ച് അവിടുന്ന് വേഗം ഇറങ്ങി നേരെ തറവാട്ടിലേക്ക് പോവുകയാണ്. തറവാട് പള്ളിയുടെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതാ തറവാട്ടിലേക്ക് എത്തുകയാണ്. പപ്പയുടെ ചേട്ടൻ്റെ വീടും ഞങ്ങളുടെ വീടും തറവാടൊക്കെ അടുത്തടുത്താണ്. അപ്പോൾ തറവാട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തി. ഗേറ്റൊക്കെ തുറന്നിട്ടേക്കുമായിരുന്നു കേട്ടോ, മഴ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ തറവാട്ടിൽ കയറി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ നോർത്തു. കേക്കിൻ്റെ മുകളിലെ റൈറ്റിംഗ് ഇതായിരുന്നു, മോം ടു ബി എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ബെല്ലക്കുട്ടന് കേക്ക് കട്ട് ചെയ്യണം എന്നൊരാഗ്രഹം. അപ്പം ബെല്ലക്കുട്ടനെ കൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്യിച്ചു. അപ്പം അമ്മയുടെ അനിയത്തി പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കേക്ക് മോം ടു ബി എന്ന് എഴുതിയിരിക്കുന്നത്. മേമ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ്. ബെല്ലക്കുട്ടൻ കേക്കൊക്കെ കഴിച്ചു. എല്ലാവർക്കും കേക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ നേരെ ബെല്ലയും ഞാനും കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കളിച്ച്, പിന്നെ എല്ലാവരും ഇറങ്ങുന്ന നേരത്ത് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നിന്നു. നേരെ പോയത് എൻ്റെ അടുത്ത കസിൻ്റെ വീട്ടിലേക്കാണ്. ഈ ആളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഞങ്ങളുടെ വീട്ടിലെ പുതിയ മെമ്പറാണ്, പീലി എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് വന്ന് ഇവളെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോകുന്നു. മമ്മി ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം പോകുന്നു, നല്ല മഴ ആയതുകൊണ്ട്. ഇത്രയ്ക്കൊക്കെയുള്ള വിശേഷങ്ങൾ. പുതിയ വിശേഷമായിട്ട് അവിടെ വരാം. ബായ്.